السلام عليكم ورحمة الله مرحبا. أهلا حبايبي. مرحبا بكم إلى تدريس اللغة العربية. അറബിക് ലാംഗ്വേജ് ഹബ്ബ് കണ്ടക്ട് ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് സ്പോക്കൺ അറബിക്കിനെ കുറിച്ച് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഫാസ്റ്റ് ട്രാക്ക് സ്പോക്കൺ അറബിക് എന്ന് പറഞ്ഞാൽ വെറും 2.5 മാസം കൊണ്ട് അറബി ഭാഷ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു രീതിയാണ് ഇതിനുള്ളത്. ഇതിൽ കോഴ്സിൽ ജോയിൻ ചെയ്ത നിങ്ങളെ ഒരു അഡ്മിനുള്ളി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലാണ് ഓരോ ദിവസം പഠിക്കാനുള്ള മോഡ്യൂൾസ് നൽകുന്നത്. അതായത് നമുക്ക് ഈ ഒരു കോഴ്സിൽ ഈ 2.5 മാസം കൊണ്ട് 40 മോഡ്യൂൾസ് നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ 20 ലൈവ് സെഷനും ഇതിലുണ്ടാവും. മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വോയിസ് ക്ലിപ്പായിട്ടും അതിൽ നോട്ട്സ് ആയിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നൽകും. നമ്മുടെ ഫ്രീ അനുസരിച്ച് അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അങ്ങനെ കേട്ടതിന് ശേഷം അതിൽ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് ഒരു പേഴ്സണൽ ട്രെയിനിങ് സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പേഴ്സണൽ ട്രെയിനറെ നൽകുന്നതാണ്. ആ ട്രെയിനറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് ഓരോ ദിവസവും നൽകുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ ട്രെയിനറുടെ സഹായത്തോടു കൂടി ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ ട്രാക്കിംഗ് കൂടെ അതിൽ നൽകുന്നുണ്ട്. അതായത് ഏതെങ്കിലും മോഡ്യൂൾ കേൾക്കാതെ പോവുക, ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ആവുക, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാതിരിക്കുക. ഇങ്ങനെ സാഹചര്യത്തിൽ പേഴ്സണൽ ട്രെയിനർ നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ കറക്റ്റ് ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നല്ല ഒരു ശ്രമം പേഴ്സണൽ ട്രെയിനർ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളൊരു കോളിംഗ് ആക്ടിവിറ്റി നൽകുന്നുണ്ട്. നമ്മുടെ ലെവൽ ബേസ്ഡ് കോളിംഗ് ആക്ടിവിറ്റി ആണുള്ളത്. അപ്പോൾ നമുക്കൊരു ഒരു ദിവസം ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്കും ട്രെയിനർക്കും ഓക്കെ ആയ ഒരു ദിവസവും സമയവും ഫിക്സ് ചെയ്ത് അവിടെ നമ്മളൊരു 10 മിനിറ്റെങ്കിലും ട്രെയിനറോട് അറബിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾക്കൊക്കെ നല്ല ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അറബി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും കൂടെ പറ്റും. സെയിം നമ്മൾ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മോഡ്യൂൾ ഗ്രൂപ്പിന് പുറമെ ഒരു ഓപ്പൺ ഗ്രൂപ്പ് നിങ്ങൾക്ക് നൽകും. ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനേഴ്സ് അവൈലബിൾ ആയിരിക്കും. അവിടെ നമ്മുടെ ഡൗട്ട്സുകൾ ചോദിക്കാം. അവിടെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ, അതേപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ ആ ട്രെയിനേഴ്സ് ആരാണോ അവൈലബിൾ ഉള്ളത് അവർ നമുക്ക് കറക്റ്റ് സപ്പോർട്ട് തരുകയും ചെയ്യും. അതുപോലെ തന്നെ ട്രാക്കിങ്ങും നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട്. അത് പോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ ട്രാക്കിങ്ങും നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത 5 ലെവലിലാണ് ഈ ഒരു കോഴ്സ് പോകുന്നത്. 5 ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് 2 ലെവൽസ് വരുന്നത് ബേസിക് ലെവലാണ്. പുതിയൊരു ഭാഷ പഠിക്കുമ്പം ഒരുപാട് വെക്കാബുലറീസ് നമുക്ക് ആവശ്യമുണ്ടാവും. ആ വെക്കാബുലറീസും അതുപോലെ ഭാഷയിൽ ഉപയോഗിക്കുന്ന കുറേ യൂസേജുകൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കേൾക്കാറുണ്ടാവും. ഇപ്പോൾ ലോ സമഹത്ത്, മുംകിൻ, അങ്ങനെയുള്ള അതുപോലെ ആശാൻ എന്നൊക്കെ പറയുന്ന കുറേ യൂസേജുകളുണ്ട്. അത്തരം യൂസേജുകൾ നമ്മൾ അതിൽ പഠിക്കും. പിന്നെ സെൻറ്റൻസ് ഫോം ചെയ്യാൻ ആദ്യം ഏത് പറയണം, പിന്നെ ഏത് പറയണം, അതിൻ്റെ ഒരു 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 മെത്തേഡ് എങ്ങനെയാണ്, അത് പാസ്റ്റിൽ എങ്ങനെ, പ്രസൻറ്റിൽ എങ്ങനെ, ഫ്യൂച്ചറിൽ എങ്ങനെ, ഇത് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ബേസിക് ആയി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് 3 ലെവൽസ് കവർ ചെയ്യുന്നത്. അടുത്ത 3 ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കോൺവെർസേഷൻ, അത് നമ്മൾ മോഡ്യൂളിലൂടെ പഠിക്കുന്നു. സെയിം നമ്മൾ നമ്മുടെ ജോലിയുമായി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ആ കോൺവെർസേഷൻ ഒന്നുകൂടെ റീസെറ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രെയിനറുടെ സഹായത്തോടു കൂടി സെറ്റ് ചെയ്ത് നമ്മളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ ടോട്ടലി ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിന് നമുക്ക് വരുന്നത് വീക്ക്ലി 4 മോഡ്യൂൾസ് ആണ് ഉണ്ടാവുക. അതുപോലെ 2 ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ മോഡ്യൂൾസ് കൃത്യമായി കേൾക്കുക, എന്നിട്ടല്ല ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക. ലൈവ് സെഷനിൽ മിസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ലൈവ് സെഷനിൽ നമ്മൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങളെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അതിലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് സെഷൻ നല്ലൊരു പ്രാക്ടീസ് സെഷനാണ്, അതുകൊണ്ട് അത് മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് 2 രൂപത്തിലാണ് നമ്മുടെ ലൈവ് സെഷനുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയും. ആൽഫയും ബീറ്റ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചിന് നമ്മൾ കൊടുക്കുന്നത്
മൺഡേ ട്യൂസ്ഡേ മോഡ്യൂള്, വെനസ്ഡേ ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ മോഡ്യൂള്, സാറ്റർഡേ ലൈവ് സെഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ മൺഡേ ട്യൂസ്ഡേ നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെനസ്ഡേയിലെ ലൈവ് സെഷനിൽ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും, അതിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ലൈവ് സെഷൻ പൂർത്തിയാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈവ് സെഷൻ മിസ്സാക്കരുത് എന്നുള്ളത്. ഈ ലൈവ് സെഷനിൽ നമുക്ക് അതുപോലെ തന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ വീണ്ടും മോഡ്യൂളാണ്, സാറ്റർഡേ ലൈവ് സെഷനാണ്. അപ്പോൾ നമ്മൾ ബാച്ച് 1 അല്ലെങ്കിൽ നമ്മുടെ ആൽഫ ബാച്ചിൽ വരുന്നത് വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഈ 2 ദിവസങ്ങളിലാണ് ലൈവ് സെഷൻ ഉണ്ടാകുക. ലൈവ് സെഷനിൽ നമ്മൾ ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ മലയാളം ചൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം UAE ടൈമാണ് നമ്മൾ ടൈം ഫോക്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ 7:30 PM UAE ആണ് വരുന്നത്. മലയാളത്തിന് 8:30 PM UAE ആണ് ടൈം വരുന്നത്. അപ്പോൾ വെനസ്ഡേ സാറ്റർഡേ ഈ 2 ദിവസങ്ങളിലും 8:30 PM നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാവും. അത് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി സെയിം തന്നെ നമ്മൾ നെക്സ്റ്റ് തേഴ്സ്ഡേ വരുമ്പോൾ ആ തേഴ്സ്ഡേയിൽ നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് സെക്കൻഡ് ബാച്ച് അല്ലെങ്കിൽ നമ്മുടെ ബീറ്റ ബാച്ച് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ബീറ്റ ബാച്ചിന് നമ്മൾ മോഡ്യൂൾസ് കൊടുക്കുന്ന രീതിയാണ് താഴെ തന്നിട്ടുള്ളത്. അവർക്ക് സാറ്റർഡേ മൺഡേ മോഡ്യൂൾസ് ആണ് ഉണ്ടാവുക. ട്യൂസ്ഡേ ആണ് ലൈവ് സെഷൻ വരിക. വെനസ്ഡേ തേഴ്സ്ഡേ മോഡ്യൂൾ ഉണ്ടാവും, ഫ്രൈഡേ ലൈവ് സെഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബാച്ച് ബീറ്റ ബാച്ചിന് ലൈവ് സെഷൻ ഈ രൂപത്തിലാണ് വരിക. ഇതിൽ ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സെയിം ക്ലാസ് വരുന്നുണ്ട്. ഇംഗ്ലീഷിന് വരുന്നത് 7:30, മലയാളത്തിന് വരുന്നത് 8:30 ആണ്. ദിവസമാണ് ഇവിടെ മാറ്റം വരുന്നത്. ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ഈ 2 ദിവസങ്ങളിലാണ് ഇവരുടെ ലൈവ് സെഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ബാച്ച് എല്ലാ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ലൈവ് ഉണ്ടാവും. അപ്പോൾ ആൽഫ ബാച്ചിന് ഇൻട്രൊഡക്ഷൻ ലൈവ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് വരുന്നത് സാറ്റർഡേ ആയിരിക്കും. ബീറ്റ ബാച്ചിന് ഇൻട്രൊഡക്ഷൻ ലൈവ് തേഴ്സ്ഡേ കഴിഞ്ഞാൽ ഫ്രൈഡേ തന്നെ അവരുടെ ഫസ്റ്റ് ലൈവ് സെഷനും ഉണ്ടാവും. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ മോഡ്യൂള് നോക്കി പഠിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ ലൈവിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇനി മോഡ്യൂൾ നോക്കാൻ സമയം കിട്ടിയില്ല, അങ്ങനെ വരികയാണെങ്കിലും നിങ്ങൾ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. കുറച്ചും കൂടെ ഒരു ഡീപ്പർ സ്റ്റഡി, കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലനേഷൻ, കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മുടെ മോഡ്യൂൾസ് ഉള്ളത്. അപ്പോൾ മോഡ്യൂൾസ് കേട്ട് തന്നെ പോകണം. മോഡ്യൂൾസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, നോട്ട്സ് മാത്രം വായിച്ചു പോകരുത്. അതിൻ്റെ വോയിസ് കൂടെ നമ്മൾ നിർബന്ധമായിട്ടും കേൾക്കണം. വോയിസ് കേൾക്കാതെ നോട്ട്സ് വായിച്ചു പോയാലുള്ളൊരു പ്രശ്നം, അറബി ഭാഷയിലെ ചില ലെറ്റേഴ്സൊന്നും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വോയിസ് കൂടെ കേട്ടാൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് നിർബന്ധപൂർവ്വം പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ആപ്പ് സപ്പോർട്ട് കൂടെ നമ്മൾ നൽകുന്നുണ്ട്. ആപ്പിൽ നമ്മുടെ മോഡ്യൂൾസൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ ദിവസവും ആപ്പ് കൃത്യമായിട്ട് ആപ്പിൽ ക്ലാസ് കേൾക്കുകയും അതിലൊരു ക്വിസ് നൽകുന്നുണ്ട്. ആ ക്വിസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടുത്ത മോഡ്യൂൾ ലഭിക്കും. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പഠിച്ചു പോകാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതല്ല കുറച്ച് സ്ലോ ആകുന്ന ആളുകൾക്ക് മോഡ്യൂൾസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനും നല്ലൊരു ഹെൽപ്പാണ് നമ്മുടെ ആപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആപ്പിലായാലും മോഡ്യൂൾ ഗ്രൂപ്പിലായാലും മോഡ്യൂൾസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്ത് കറക്റ്റ് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ അറബി ഭാഷ സംസാരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ലൈവിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.